ഡിസ്ക്രീറ്റ് സീരീസാണ് ചെയ്യുന്നത്. ഇനി ഡിസ്ക്രീറ്റ് സീരീസിൽ നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ സൈസ്, ഫ്രീക്വൻസീസ്. സൈസ് 5, 8, 10, 12, 15 and 18. Frequencies 3, 8, 14, 20, 13 and 2 is given. So find out the Carl-Pearson's coefficient of skewness. The formula to find out the Carl-Pearson's coefficient of skewness is mean minus mode divided by standard deviation. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? മീൻ കാണാം, നെക്സ്റ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാം, ദെൻ മോഡ് കാണാം. ഇതാണ് ഫസ്റ്റ് മീൻ ഫൈൻഡ് ചെയ്യുമ്പോൾ അറേഞ്ച് എക്സ് വാല്യൂസ്, ഫ്രീക്വൻസീസ്, എഫ് ഓഫ് എക്സ്, എക്സ് സ്ക്വയർ ആൻഡ് എഫ് ഓഫ് എക്സ്. അപ്പോൾ ഇവിടെ എക്സ് വാല്യൂസ് ആദ്യം എഫ് ഓഫ് എക്സ് കാണാം. എഫ് ഓഫ് എക്സ് മീൻസ് 3 into 5, 8 into 3 into 5 is 15, 8 into 8 is 64, 10 into 14 is 140, 12 into 20 is 240, 15 into 13 is 195, 18 into 2 is 36. Next, after that you have to find out the x square value. x square value കണ്ടുപിടിക്കാം. അപ്പോൾ x square value എന്ന് പറയുന്നത് ഇത് സ്ക്വയർ എക്സ്, that is 5 square is 25, 8 square is 64, 10 square is 100, 12 square is 144, 15 square is 225, 18 square is 324. സ്ക്വയർ ചെയ്ത ശേഷം നെക്സ്റ്റ് എഫ് ഓഫ് എക്സ്, എഫ് ഇൻറ്റു എക്സ് സ്ക്വയർ, എഫ് ഇൻറ്റു എക്സ് സ്ക്വയർ. എഫ് ഇൻറ്റു എക്സ് സ്ക്വയർ ഇസ് 3 into 25 is 75, 8 into 64 is 512, 14 into 100 is 1400, 20 into 144 is 2880, 13 into 225 is 2125, then last is 2 into 324 is 640. So formula to find out mean is equal to mean in this discrete series is sigma fx divided by n. So what is sigma fx? Sigma fx is 690, then sigma n is 60, total of frequency. So 690 divided by 60 we'll get 11.5. Now after finding the mean we have to find the standard deviation. The formula to find out the standard deviation in a discrete series is this, that is square root of sigma fx square divided by n minus sigma fx divided by n the all square is equal to you will get what is sigma fx square. Sigma fx square is this thing 8440 is a sigma fx square. Then what is n here is n is 60, then what is sigma fx? Sigma fx is 690 all divided by 60 divided by 690 divided by 60, the all square is this. Then you'll get square root of 140.67 minus 132.25, that is equal to square root of 8.42, that is 2.9. After finding the mean and the standard deviation, the next is to find out the mode. So here I'm using a grouping table and an analysis table finding out the mode. So for this I have written all the x values in the x column and arrange in frequencies in 1, 2, 3, 4, 5 and 6 columns. So first column 1 frequencies either 3, 18, 40, 20 and 30 and 2. Then second column എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ what you have to do is add 3 and 8. Add 3 and 8. 3 and 8 is 11. Next add 14 and 20, you will get 34. Then 13 and 2 is 15. 13 and 2 is 15. So similarly
ഇൻ ദ നെക്സ്റ്റ് കോളം ലീവ് 3നെ ലീവ് ചെയ്യുക. ദെൻ ആഡ് 8 and 14. 8 and 14 you will get 22. Then 20 and 13 you will get 33. Next 2നെ leave ചെയ്യുക. Then in the fourth column what you have to do is group എങ്ങനെയാണ് 3 ആയിട്ട് ഗ്രൂപ്പ് ചെയ്യുക. 3 8 and 14 ഒരു ഗ്രൂപ്പിൽ ദാറ്റ് യു അവിടെ നിങ്ങൾക്ക് 25 കിട്ടും. ദെൻ 20 13 and 2 അപ്പോൾ അവിടെ 35 കിട്ടി. അങ്ങനെ നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ട് അടുത്ത കോളം ഫിഫ്ത്ത് കോളം ഗ്രൂപ്പ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലീവിങ് 3 ലീവ് ചെയ്യുക. 3 ലീവ് ചെയ്തിട്ട് 8 14 and 20 you will get 42 here. Next in the sixth column കോളത്തിൽ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ലീവ് ചെയ്യേണ്ടത് ഏതൊക്കെയാണ്? ലീവ് ചെയ്യേണ്ടത് ഫസ്റ്റ് 2 ലീവ് ചെയ്യാം. 3യും 8ഉം ലീവ് ചെയ്തിട്ട് 14 20 13 എടുക്കുക. ദെൻ യു വിൽ ഗെറ്റ് 47 ഹിയർ. അങ്ങനെയാണ് ഗ്രൂപ്പിംഗ്. നെക്സ്റ്റ് യു ഹാവ് ടു ടേക്ക് ദ അനാലിസിസ് ടേബിൾ ചെയ്യാൻ പറ്റും വിത്ത് യൂസിങ് ദിസ്. അപ്പോൾ എങ്ങനെയെന്ന് വെച്ചാൽ അനാലിസിസ് ടേബിൾ എക്സ് വാല്യൂസ് അതേപോലെ തന്നെ എഴുതുക. പിന്നെ നോക്കുക ഇവിടെ ഹയസ്റ്റ് ഫ്രീക്വൻസി വന്നിരിക്കുന്നത് എവിടെയാണെന്ന് നോക്കുക. അപ്പം ഇൻ ദ ഗ്രൂപ്പിംഗ് ടേബിൾ ഹയസ്റ്റ് ഫ്രീക്വൻസി വന്നിരിക്കുന്നത് 20 ആണ്. ഹയസ്റ്റ് ഫ്രീക്വൻസി 20 ആണ്. 20ന് കറസ്പോണ്ട് ചെയ്യണത് 12 ആണ്. അപ്പോൾ യു ഹാവ് ടു മാർക്ക് ഇൻ ദ 12 മാർക്ക് ചെയ്യും. നെക്സ്റ്റ് നോക്കുക ഇൻ ദ ടേബിൾ 2 കോളം 2 ഹയസ്റ്റ് ഫ്രീക്വൻസി ഏതാ? 34 ആണ്. ഹയസ്റ്റ് ഫ്രീക്വൻസി 34 ആണ്. അപ്പോൾ 34 നമുക്ക് എങ്ങനെയാണ് കിട്ടിയത്? 14നും 20 ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് 34 കിട്ടിയത്. അപ്പോൾ ഈ 14 20 കറസ്പോണ്ട് ചെയ്യുന്നതിനെയാണ് 10നെ 12നെ. അപ്പോൾ 10ഉം 12ഉം മാർക്ക് ചെയ്യുക. 10ഉം 12ഉം മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് കോളം 3 എടുക്കുക. കോളം 3യിൽ എങ്ങനെയാണ്? ഹയസ്റ്റ് ഫ്രീക്വൻസി 33 ആണ്. ആ 33 എങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്? 33 കിട്ടിയിരിക്കുന്നത് 20യും 13ഉം ആഡ് ചെയ്തപ്പോഴാണ്. അപ്പോൾ 20യും 30യും കറസ്പോണ്ട് ചെയ്യണ ഏതിനെയാണ്? കറസ്പോണ്ട് ചെയ്യണത് 20 30യും 12നെയും തേർഡ് കോളത്തിൽ 12ഉം 13ആണ്. അപ്പോൾ 12ഉം 15 മാർക്ക് ചെയ്യാം. ആൻഡ് ആഫ്റ്റർ ദാറ്റ് അടുത്ത കോളം നോക്കുക 4ലെ ഹയസ്റ്റ് ഫ്രീക്വൻസി ഏതാണ്? 35 ആണ് ഹയസ്റ്റ് ഫ്രീക്വൻസി. അപ്പോൾ ഹയസ്റ്റ് ഫ്രീക്വൻസി 35 എങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടിയത്? 20 by adding 20 13 and 2 which corresponds to 12 15 and 18. അപ്പോൾ കോളം 4ൽ 12ൻ്റെ ഇവിടെ മാർക്ക് ചെയ്യുക, 15ൻ്റെ ഇവിടെ മാർക്ക് ചെയ്യുക, 18ൻ്റെ ഇവിടെ മാർക്ക് ചെയ്യുക. ഇനി അതുപോലെ തന്നെ അടുത്ത കോളം നിങ്ങൾ അതേപോലെ തന്നെ നോക്കുക. നമുക്ക് ഹയസ്റ്റ് ഫ്രീക്വൻസി ഹയസ്റ്റ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഒരെണ്ണേ ഉള്ളൂ, 42 എങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്? ഇൻ ദ സിക്സ്ത് കോളം നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 14നും 20യും 13നും ആഡ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് 47 കിട്ടും. അപ്പം ഇനി 47 എങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടത്? 47 കിട്ടുന്നത് എങ്ങനെയാണ്? 14 20 and 30 അല്ലേ? അപ്പോൾ 14 കറസ്പോണ്ട്സ് ടു 10. സോ മാർക്ക് 10ൻ്റെ അവിടെ ഒരു ക്രോസ് മാർക്ക് ചെയ്യുക. അഗെയിൻ 20 വന്നിട്ടുണ്ട്, 20 12 ആണ്. 20 12 ആണ്. അതുപോലെ തന്നെ 18 ഉണ്ട്. അപ്പം 18നും 18 അല്ല 15ൽ മാർക്ക് ചെയ്യുക. അങ്ങനെ ഫ്രീക്വൻസീസ് വന്നിട്ടുണ്ട്.
ഇനി നമുക്ക് എത്ര ഏറ്റവും കൂടുതൽ ക്രോസ് മാർക്സ് വന്നിരിക്കുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാം ഏറ്റവും കൂടുതൽ ക്രോസ് മാർക്സ് ഇപ്പം 5-ന് എത്ര ക്രോസ് മാർക്ക് 0 ആണ്, 8-ന് 1, 10-ന് 1, 2 and 3. അങ്ങനെ 10-ന് 3 ക്രോസ് മാർക്സ് ആണുള്ളത്. പിന്നെ വരുന്നത് 12-നാണ് ഏറ്റവും കൂടുതൽ ക്രോസ് മാർക്ക് 6 വന്നിരിക്കുന്നത്. പിന്നെ 15-ലാണെങ്കിൽ 1, 2, 3 ആണ്. 18-ലാണെങ്കിൽ ഒരു ക്രോസ് മാർക്ക്, അങ്ങനെ 1. അപ്പോൾ നമുക്കറിയാം മോഡ് എന്ന് പറയുന്നത് 12 ആണ്, ബിക്കോസ് മോഡാണ് കൂടുതൽ പ്രാവശ്യം അപ്പിയർ ചെയ്തിരിക്കുന്നത്. അപ്പം മോഡ് 12 ഇയർ. അപ്പം മോഡും കിട്ടി. ഇൻ ദ 6th കോളം നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 14-നും 20-യും 13-നും ആഡ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് 47 കിട്ടും. അപ്പം ഇനി 47 എങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടത്? 47 കിട്ടുന്നത് എങ്ങനെയാണ്? 14, 20 and 30 അല്ലേ? അപ്പോൾ 14 കറസ്പോണ്ട്സ് ടു 10. സോ മാർക്ക് 10-ൻ്റെ അവിടെ ഒരു ക്രോസ് മാർക്ക് മാർക്ക് ചെയ്യുക. അഗെയിൻ 20 വന്നിട്ടുണ്ട്, 20 12 ആണ്. 20 12 ആണ്. അതുപോലെ തന്നെ 18 ഉണ്ട്. അപ്പം 18-നും 18 അല്ല 15-ൽ മാർക്ക് ചെയ്യുക. അങ്ങനെ ഫ്രീക്വൻസീസ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഏറ്റവും കൂടുതൽ ക്രോസ് മാർക്സ് വന്നിരിക്കുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാം ഏറ്റവും കൂടുതൽ ക്രോസ് മാർക്സ് ഇപ്പം 5-ന് എത്ര ക്രോസ് മാർക്ക് 0 ആണ്, 8-ന് 1, 10-ന് 1, 2 and 3. അങ്ങനെ 10-ന് 3 ക്രോസ് മാർക്സ് ആണുള്ളത്. പിന്നെ വരുന്നത് 12-നാണ് ഏറ്റവും കൂടുതൽ ക്രോസ് മാർക്ക് 6 വന്നിരിക്കുന്നത്. പിന്നെ 15-ലാണെങ്കിൽ 1, 2, 3 ആണ്. 18-ലാണെങ്കിൽ ഒരു ക്രോസ് മാർക്ക്, അങ്ങനെ 1. അപ്പോൾ നമുക്കറിയാം മോഡ് എന്ന് പറയുന്നത് 12 ആണ്, ബിക്കോസ് മോഡാണ് കൂടുതൽ പ്രാവശ്യം അപ്പിയർ ചെയ്തിരിക്കുന്നത്. അപ്പം മോഡ് 12 ഇയർ. അപ്പം മോഡും കിട്ടി. മീനും മോഡും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും നമുക്കിപ്പോൾ കിട്ടി. ഇനി ഡയറക്റ്റ്ലി കാർട്ടീഷ്യൻ കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ്സിലേക്ക് അപ്ലൈ ചെയ്യാം. മീൻ മൈനസ് മോഡ് ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. നമുക്ക് മീൻ അറിയാം, മീൻ ഇസ് 11.5 ആൻഡ് മോഡ് ഇസ് 12. നെക്സ്റ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അറിയാം 2.9 ആണ്. അപ്പോൾ അത് 2.9 ഇടും. ദെൻ വിൽ ഗെറ്റ് -0.17 ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടിയേക്കുന്നത്. അപ്പം നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് നെഗറ്റീവ് ആകുമ്പോൾ അത് നെഗറ്റീവ്ലി സ്ക്വീഡ് ആണ്.